അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ നിർവചനം, അതിൻ്റെ മഹത്വം, ശ്രേഷ്ഠത, അതുപോലെ അതിൻ്റെ ഇനങ്ങൾ എന്ന വിഷയത്തിൽ ഒരല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഹജ്ജ് എന്നതിൻ്റെ ഭാഷാർത്ഥം അത് ഉദ്ദേശം വെച്ച് പുറപ്പെടുക എന്നതാണ്. എങ്ങോട്ടാണ് ഉദ്ദേശം വെക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ ഭവനമായ കഅബാലയത്തിലേക്ക്, അതിൻ്റെ ചുറ്റുപറ്റിയുള്ള ഹജ്ജ് കർമ്മത്തിലേക്കുള്ള ഉദ്ദേശിച്ച് പോകലാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറഞ്ഞത് വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് ഹജ്ജും ഉംറയും പൂർത്തീകരിക്കുക. പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സമൃദ്ധി മാത്രം, അതല്ലാതെ മറ്റു ഒരു ഉദ്ദേശവുമില്ലാതെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തരികയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഹജ്ജിലേക്ക് ഇഹ്റാം പ്രവേശിക്കുമ്പോൾ വല ലബ്ബൈക ഹജ്ജൻ ലാ സുംഅതൻ വല റിയ, അള്ളാഹുവെ നിന്നെ വിളിക്കുത്തരം നൽകിയതാ ഹജ്ജിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു, യാതൊരു പ്രകടനമോ യാതൊരു കാണിക്കലോ ഒന്നുമില്ലാതെ തന്നെ ഞാൻ നിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഹജ്ജ് നിർവഹിക്കുന്നത് എന്ന പ്രഖ്യാപനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നു. അപ്പോൾ ഹജ്ജിൻ്റെ അതിൻ്റെ ഫضൽ, അതിൻ്റെ ശ്രേഷ്ഠതകളെപ്പറ്റി പറയുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ, 5 കാര്യങ്ങളിൽ, അർക്കാനുകളിൽപ്പെട്ട് 5-ാമത്തേതായ റുക്കുനാണ് ഹജ്ജ് എന്നത്. അത് എല്ലാവർക്കുമല്ല, മനിസ്തതാ ഇലൈഹി സബീല എന്നാണ്. ആർക്കാണോ അത് സാധിക്കുക, ശാരീരികമായും സാമ്പത്തികമായും സാധിക്കുന്നവർക്ക് മാത്രം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹുൽ ജസാ ഇല്ലൽ ജന്ന. മബ്രൂറായ, പുണ്യം നിറഞ്ഞതായ, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുന്ന ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു ഹജ്ജിന് ശേഷം മറ്റൊരു ഹജ്ജ്, ഒരു ഉംറയ്ക്ക് ശേഷം മറ്റൊരു ഉംറ, ഇങ്ങനെ ചെയ്യുക, നിങ്ങളുടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളും നീങ്ങി കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജാജികളെക്കുറിച്ച് പറഞ്ഞത്, അവർ അള്ളാഹുവിൻ്റെ വഫ്ദുകളാണെന്ന്, അള്ളാഹുവിൻ്റെ അതിഥികളാണെന്ന്. അവർ പുറപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് ചെയ്യാനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കഅബാലയം വലയം വെക്കുകയാണെങ്കിൽ, തവാഫ് ചെയ്യുകയാണെങ്കിൽ, അവന് ഒരു നന്മ അവൻ്റെ പേരിൽ എഴുതപ്പെടുകയും ഒരു തിന്മ അവനിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. ഓരോ തവാഫിനും ഉള്ള പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഹജ്ജ് എന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എല്ലാവരും ഹജ്ജിന് വേണ്ടി കഅബാലയത്തിൽ ഒരുമിച്ച് കൂടുന്നു. പല രാജ്യങ്ങളിൽ നിന്നും, പല നാടുകളിൽ നിന്നും, പല വിഭാഗക്കാരും എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരേ തരക്കാരായി, യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യുന്നു. എല്ലാവരും ഒരേ വേഷത്തിൽ, അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിന് മുന്നിൽ അണിചേരുന്നു. ഇത് ഏറ്റവും വലിയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു ഐക്യത്തെ ഇത് പ്രകടിപ്പിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു തആല അവനെ ഇഷ്ടപ്പെടുന്ന ഒരു ഇബാദത്ത് എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ആ വിളംബരം ചെയ്യിപ്പിക്കുകയും ആ വിളംബരത്തിൻ്റെ ഉത്തരമെന്നോണം എല്ലാവരും ഒരുമിച്ച് കൂടുകയും അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന്, അള്ളാഹു എന്നിൻ്റെ വിളിക്കുത്തരം നൽകി എന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന ഒരു മഹാസമ്മേളനം ഹജ്ജിലൂടെ നടക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ പല ഇനങ്ങൾ. ഹജ്ജിന് 3 ഇനങ്ങളാണ്.
ഒന്ന് ഹജ്ജുൽ ഇഫ്രാദാണ്. അതായത് ഹജ്ജിൻ്റെ നിയത്ത് മാത്രം വെച്ചുകൊണ്ട് ഹജ്ജിലേക്ക് ഇഹ്റാം പ്രവേശിക്കുന്നു, അതിൽ ഉംറ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഈ ഹജ്ജിൽ ബലി നൽകേണ്ട യാതൊരു നിർബന്ധവുമില്ല. രണ്ടാമതായി ഹജ്ജുൽ ഖൈറാനാണ്. ഹജ്ജുൽ ഖൈറാൻ എന്നത് അത് ഒരേ ഇഹ്റാമിൽ തന്നെ ഉംറയും അതിൻ്റെ തുടർന്ന് ഹജ്ജും, അതായത് ഉംറയുടെ ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാതെ തന്നെ അതേ ഇഹ്റാമിൽ തന്നെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ആ രീതിക്കാണ് ഖൈറാൻ എന്ന് പറയുന്നത്. ഇതിന് ബലികർമ്മം നിർബന്ധമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് ഹജ്ജുത്തമത്ത, ഏറ്റവും പ്രായോഗികമായിട്ടുള്ള എല്ലാവരും ചെയ്തു കൊണ്ടുവരുന്ന ഏറ്റവും മാറൂഫായ ഇതാണ് ഹജ്ജാണ് ഹജ്ജുത്തമത്ത. അതായത് ഹജ്ജിൻ്റെ മാസങ്ങളായ ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ ഈ മാസങ്ങളിൽ ഉംറ നിർവഹിക്കുകയും ഉംറ നിർവഹിച്ചു കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് തഹല്ലുലാവുകയും, അതായത് ആ ഇഹ്റാമിൽ നിന്ന് പുറത്തു വരികയും പിന്നീട് ദുൽഹിജ്ജ 8 ഹജ്ജിൻ്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുക. ഇതാണ് ഹജ്ജുത്തമത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനും ബലികർമ്മം നിർബന്ധമാണ്. ഇങ്ങനെ ഈ 3 വിഷയങ്ങളിൽ കൃത്യമായ അറിവ് നേടുകയും അതുപോലെ പ്രവർത്തിക്കുകയും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലൈഹി വസല്ലം.